ഈ പ്രദേശത്തേക്കുള്ള അൽ അത്തിയ റോഡ് പൂർണ്ണമായും ഇപ്പോൾ പോലീസ് അടച്ചിട്ടുണ്ട്. പ്രദേശത്തേക്ക് ആളുകളെ അടുപ്പിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഇതിന്റെ ദൃശ്യങ്ങൾ എടുക്കാനും മറ്റും ആരെയും അനുവദിക്കുന്നില്ല. അഗ്നിശമന സേനയും സുരക്ഷാ വിഭാഗവും സംയുക്തമായി നടത്തുന്ന ശ്രമങ്ങൾ ഇപ്പോഴും തുടർന്നു വരികയാണ്. തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല. തീപിടുത്തത്തിനുള്ള കാരണങ്ങൾ ഇതുവരെ വ്യക്തമായിട്ടില്ല. വൻ നാശനഷ്ടം ഉണ്ടായേക്കാവുന്ന രീതിയിലുള്ള അഗ്നിബാധയായാണ് കാണാൻ സാധിക്കുന്നത്. ഇതിനു മുമ്പും ഈ പ്രദേശത്ത് ഇടയ്ക്കിടെ വലിയ തോതിലുള്ള തീപിടുത്തങ്ങൾ ഉണ്ടായിരുന്നു. വേനൽക്കാലത്ത് ഈ പ്രദേശത്തുണ്ടായ നിരവധി തീപിടുത്തങ്ങളിൽ ഏറ്റവും വലിയ തീപിടുത്തമാണ് ഇത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടില്ല. ഈ തീപിടുത്തമുണ്ടായ കെട്ടിടത്തിൽ നിന്ന് ആൾക്കാരെല്ലാം ഒഴിപ്പിച്ചോ? ആളപായം ഉണ്ടാകാനുള്ള സാധ്യതകൾ അടച്ചു കഴിഞ്ഞു? മുഹാജിർ, തീർച്ചയായും മലയാളികൾ നടത്തുന്ന ഒരു റെസ്റ്റോറന്റ് അടക്കം ഇതിലുണ്ടായിരുന്നു. ഇവിടെയുള്ള മുഴുവൻ ജീവനക്കാരെയും ഒഴിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തൊട്ടടുത്ത താമസ കേന്ദ്രങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ജോലി സ്ഥലങ്ങളിൽ നിന്നുമുള്ള മുഴുവൻ ജീവനക്കാരെയും ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെയും മാറ്റി നിർത്താനുള്ള ശ്രമങ്ങളാണ് പോലീസും അഗ്നിശമന സേനയും ആദ്യമേ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തേക്കുള്ള മുഴുവൻ ആളുകളെയും അവിടെ നിന്ന് മാറ്റുകയും പുതിയ ആളുകൾ അങ്ങോട്ടേക്ക് പ്രവേശിക്കുന്നത് നിയന്ത്രിക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോഴും അഗ്നി പടർന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുഹാജിർ, ഖത്തറിലെ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ മലയാളികൾ ഉൾപ്പെടെ സ്ഥാപനങ്ങൾ നടത്തുന്ന പ്രദേശത്താണ് തീപിടുത്തമുണ്ടായത്. എന്നാൽ ആളപായമില്ല. പക്ഷേ വലിയ രീതിയിൽ സാമ്പത്തിക നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മുജീബ് റഹ്മാൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഖത്തറിൽ നിന്നും. മറ്റു വാർത്തകളിലേക്ക്. സ്വേച്ഛാധിപത്യത്തെ ജനകീയ വിപ്ലവത്തിലൂടെ താഴെയിറക്കിയിട്ടും യമനിലെ ജനങ്ങൾ ഇപ്പോഴും അസംതൃപ്തരാണ്. വിപ്ലവത്തിലേക്ക് നയിച്ച അഴിമതിയും കെടുകാര്യസ്ഥതയും അതേപടി തുടരുന്നതാണ് പ്രധാന കാരണം. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സർക്കാരും നിഷ്ക്രിയമാണ്. 33 വർഷം ഭരിച്ചുമുടിച്ച സർക്കാരിനെ താഴെയിറക്കിയെങ്കിലും ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് ഇപ്പോഴും പരിഹാരമായില്ല. അഴിമതിയുടെ കൂത്തരങ്ങാണ് രാജ്യം. രാജ്യത്തെ ഒരു സർക്കാർ സ്ഥാപനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും സേവിക്കാൻ താല്പര്യമില്ലെന്ന് ജനങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു. സ്ഥിരതയില്ലാത്ത ഭരണകൂടമാണ് അടിസ്ഥാന പ്രശ്നം. പഴയ ഭരണകൂടത്തിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും സർക്കാരിൽ സ്വാധീനമുറപ്പിച്ചിരിക്കുന്നു. അവരെ നിലയ്ക്ക് നിർത്താൻ സർക്കാരിനുമാവുന്നില്ല. ഇതിനു പുറമെയാണ് വിമതശല്യം. സർക്കാരിൽ കൂടുതൽ അധികാരം ആവശ്യപ്പെട്ട് ഹൂതികൾ നടത്തുന്ന കലാപം രാജ്യത്തെ കൂടുതൽ അസ്ഥിരപ്പെടുത്തിയിരിക്കുകയാണ്. തലസ്ഥാനമായ സൻആ ഉൾപ്പെടെ ഹൂതികളുടെ നിയന്ത്രണത്തിലാണ്. ജനാധിപത്യ രാഷ്ട്രത്തിലേക്കുള്ള യമന്റെ മുന്നേറ്റത്തെ തടയുന്ന വ്യക്തികൾക്കും സംഘടനകൾക്കുമെതിരെ ഉപരോധം ഉൾപ്പെടെയുള്ള കർശന നടപടികൾക്ക് ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. എന്നാൽ അഴിമതിക്കാരായ ചില മന്ത്രിമാരെയും നേതാക്കളെയും കരിമ്പട്ടികയിൽ പെടുത്തണമെന്ന ആവശ്യമുയർന്നിട്ടുണ്ടെങ്കിലും ഐക്യരാഷ്ട്രസഭ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ദുബായ് നഗരസഭയുടെ യുവ ചൈൽഡ് ഇൻ ഗോൾഡ് ക്യാമ്പയിനിൽ വിജയിച്ചവർക്ക് 60 ലക്ഷം ദിർഹത്തിന്റെ സ്വർണം സമ്മാനമായി നൽകും. 7350 പേരാണ് ക്യാമ്പയിനിൽ സ്വർണത്തിന് അർഹരായത്. ദുബായ് മുനിസിപ്പാലിറ്റി ഭാരം കുറക്കുന്നവർക്ക് സ്വർണം സമ്മാനമായി നൽകുന്ന യുവർ ചൈൽഡ് ഇൻ ഗോൾഡ് ക്യാമ്പയിനിൽ 18,000 പേർക്കായിരുന്നു യോഗ്യത ലഭിച്ചത്. ഇവരിൽ 7350 പേരാണ് വിജയികളായത്. ഇവർക്കുള്ള സമ്മാനമായി 60 ലക്ഷം ദിർഹം വില വരുന്ന 40 കിലോ സ്വർണം ഡിസംബറിൽ വിതരണം ചെയ്യുമെന്ന് മുനിസിപ്പാലിറ്റി അധികൃതർ വ്യക്തമാക്കി. എന്നാൽ വിതരണം ചെയ്യുന്ന കൃത്യമായ ദിവസം പ്രഖ്യാപിച്ചിട്ടില്ല. 13 വയസ്സിന് താഴെയുള്ള 200 കുട്ടികൾ സമ്മാനം ലഭിച്ചവരിൽപ്പെടും. വർദ്ധിച്ചുവരുന്ന പൊണ്ണത്തടി നിയന്ത്രിക്കൂ എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ വർഷം ആരംഭിച്ച യുവർ വെയ്റ്റ് ഇൻ ഗോൾഡ് പദ്ധതിയുടെ തുടർച്ചയായിട്ടാണ് യുവർ ചൈൽഡ് ഇൻ ഗോൾഡ് എന്ന പേരിൽ ക്യാമ്പയിൻ നടത്തുന്നത്. കുടുംബത്തിന് പ്രാധാന്യം നൽകുന്നു എന്നതാണ് ഇത്തവണത്തെ ക്യാമ്പയിനിന്റെ പ്രത്യേകത. ലോകത്തെ ആരോഗ്യമുള്ളവരുടെ നഗരമെന്ന ഖ്യാതി ദുബായ്ക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യം കൂടി ആഗോളതലത്തിൽ ശ്രദ്ധേയമായ ഈ പരിപാടിക്കുണ്ട്. കുറഞ്ഞത് 2 കിലോ ഭാരം കുറയ്ക്കുന്നവരാണ് സ്വർണത്തിന് അർഹത നേടുക. 1 കിലോ ഭാരം കുറയ്ക്കുന്നവർക്ക് 1 ഗ്രാം സ്വർണം ലഭിക്കും. എന്നാൽ കുടുംബത്തോടൊപ്പം രജിസ്റ്റർ ചെയ്തവർക്ക് 1 കിലോയ്ക്ക് 2 ഗ്രാം വീതമാണ് ലഭിക്കുക. കഴിഞ്ഞ വർഷം 2648 വിജയികൾക്ക് 17 കിലോ സ്വർണമായിരുന്നു സമ്മാനമായി വിതരണം ചെയ്തത്. ഇത്തവണ വിജയികളുടെ എണ്ണം 3 ഇരട്ടി വർദ്ധിച്ചത് കാരണമാണ് വിതരണത്തിനുള്ള ഒരുക്കങ്ങൾ വൈകുന്നതെന്ന് ദുബായ് മുനിസിപ്പാലിറ്റി ക്ലബ് മാനേജർ വലീദ് അൽ ഷെയ്ബാനി പറഞ്ഞു. സ്വദേശികളും വിദേശികളും ക്യാമ്പയിനിനെ അത്യന്തം ആവേശത്തോടെയാണ് സ്വാഗതം ചെയ്തത്. മീഡിയ 1 ദുബായ്. 2022 ഖത്തറിൽ നടക്കാനിരിക്കുന്ന ഫിഫ ലോകകപ്പ് നവംബർ ഡിസംബർ മാസങ്ങളിലോ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലോ നടത്താൻ സാധ്യത. ലോകകപ്പ് സമയനിർണ്ണയത്തിനായി നിയമിച്ച സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിലാണ് ഈ അഭിപ്രായം ഉയർന്നത്. ഖത്തറിലെ കാലാവസ്ഥ പരിഗണിച്ച് 2022 ഫിഫ ലോകകപ്പ് മെയ് മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ നടത്താനാവില്ലെന്ന് ഫിഫ മെഡിക്കൽ ചീഫ് ജെറി വൊറാക്ക് ശക്തമായി വാദിച്ചിരുന്നു.
ഈ മാസങ്ങളിൽ കളി നടത്തുന്നത് കളിക്കാരുടെയും കാണികളുടെയും ആരോഗ്യത്തിന് ഒരുപോലെ ദോഷകരമായിരിക്കുമെന്നും അദ്ദേഹം വാദിച്ചു. ഏപ്രിൽ മാസത്തിൽ റമദാൻ വ്രതമായതിനാൽ മത്സരത്തിന്റെ ഒരുക്കത്തെയും കളിക്കാരുടെ പരിശീലനത്തെയും ബാധിക്കുമെന്നും ഫിഫ ഗവേണിംഗ് ബോഡിയിൽ അഭിപ്രായമുയർന്നു. ഇതോടെ മെയ് മാസത്തിൽ ലോകകപ്പ് നടത്തണമെന്ന ആവശ്യവും അംഗീകരിക്കില്ലെന്ന് ഉറപ്പായി. റയൽ മാഡ്രിഡ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ബയൺ മ്യൂണിക്ക് തുടങ്ങിയ 200ഓളം ക്ലബ്ബുകൾ ഉൾപ്പെടുന്ന യൂറോപ്യൻ ക്ലബ്ബ് അസോസിയേഷനാണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ മത്സരങ്ങൾ നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നത്. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ കളി നടത്തുന്നതാണ് നല്ലതെന്ന അഭിപ്രായം യുവേഫ അറിയിച്ചിരുന്നു. ഫിഫ തീരുമാനിക്കുന്നതനുസരിച്ച് മത്സരത്തിന് വേണ്ട ഒരുക്കങ്ങൾ നടത്താൻ തങ്ങൾ തയ്യാറാണെന്നാണ് ഖത്തർ ലോകകപ്പ് ഓർഗനൈസിംഗ് കമ്മിറ്റി മേധാവി ഹസൻ അൽ തവാദി പറഞ്ഞത്. സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ അഭിപ്രായത്തിൽ ഫിഫ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെങ്കിലും നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിൽ കളി നടക്കാനാണ് സാധ്യത തെളിയുന്നത്. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ. ദുബായ് ഗ്ലോബൽ വില്ലേജിന്റെ 19ാം പതിപ്പിന് നവംബർ 6-ന് തുടക്കമാകും. 50 ലക്ഷത്തിലധികം ആളുകൾ ഇത്തവണ ഗ്ലോബൽ വില്ലേജിൽ എത്തുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. അമേരിക്കാന ഉൾപ്പെടെ പുതുതായി ചില പവലിയനുകളും ഗ്ലോബൽ വില്ലേജിൽ ഇടം പിടിച്ചിട്ടുണ്ട്. 19ാം വർഷവും സന്ദർശകരെ വരവേൽക്കുന്ന ഗ്ലോബൽ വില്ലേജിൽ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. സുരക്ഷാ സംവിധാനങ്ങൾക്കായി പോലീസ്, സിവിൽ ഡിഫൻസ്, മുനിസിപ്പാലിറ്റി, RTA തുടങ്ങിയ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുമായി ഗ്ലോബൽ വില്ലേജ് അധികൃതർ ചർച്ച നടത്തി. 50 ലക്ഷം ആളുകൾ ഇത്തവണ ഗ്ലോബൽ വില്ലേജിൽ എത്തുമെന്നാണ് കണക്കുകൂട്ടൽ. മുൻ വർഷങ്ങളിൽ അവതരിപ്പിച്ചതിനേക്കാൾ മികച്ച രീതിയിൽ വിനോദ പരിപാടികൾ ഈ വർഷം ഉണ്ടാകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക വിനോദ മേഖലയും ഗ്ലോബൽ വില്ലേജിൽ ഒരുക്കിയിട്ടുണ്ട്. 31 പവലിയനുകൾ, 25 റെസ്റ്റോറന്റുകൾ, 150 കിയോസ്കുകൾ, 3500-ലധികം ഷോപ്പിംഗ് ഔട്ട്ലെറ്റുകൾ, 20,000-ഓളം വാഹനങ്ങൾക്കുള്ള പാർക്കിംഗ് എന്നിവ ഇത്തവണ ഗ്ലോബൽ വില്ലേജിനെ വേറിട്ട് നിർത്തും. ഇല്യൂമിനേഷൻസ് വേൾഡും ആനിമൽസ് ലാൻഡും 3D ഹൗസ് എന്നിവ ആകർഷകങ്ങളായിരിക്കും. 4 പേരുൾപ്പെടുന്ന കുടുംബത്തിനുള്ള എൻട്രി പാക്കേജ് നിരക്ക് 99 ദിർഹവും 10 പേർക്കുള്ള പാക്കേജിന് 199 ദിർഹവുമായിരിക്കും ഇത്തവണ ഈടാക്കുക. മീഡിയ 1, ദുബായ്. കാലാവസ്ഥാ മാറ്റത്തിന്റെ ഭാഗമായി ഖത്തറിൽ വെള്ളിയാഴ്ച പൊടിക്കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ശൈത്യകാലത്തിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള പൊടിക്കാറ്റിൽ വാഹനമോടിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടായേക്കാമെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. വരും ദിവസങ്ങളിൽ 4 മുതൽ 7% വരെ ചൂട് കുറയാനിടയുണ്ട്. പകലിൽ 28 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ മാത്രമാണ് ചൂടുണ്ടാവുക. രാത്രിയിൽ 22 മുതൽ 18 ഡിഗ്രി വരെയായി അന്തരീക്ഷ ഊഷ്മാവ് കുറയാനും സാധ്യതയുണ്ട്. ന്യൂസ് മിഡിൽ ഈസ്റ്റ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ.